ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു മുട്ട എടുക്കാം. എന്നിട്ട് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഈ ഉപ്പും മുട്ടയും ഏലക്കായും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് പാലിലാണ് കേട്ടോ. പാല് ചെറിയ ചൂടാക്കിയിട്ട് നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. പിന്നെ പാലല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പാൽപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. ഒരു 1/4 കപ്പെല്ലാം പാൽപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു സ്നാക്കിന്. അപ്പം ഞാനിത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് പരത്താൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് മാത്രം ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഓവറായിട്ട് തിന്നാക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയും തിക്നെസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ മൊത്തം മാവും ഞാനിതാ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കാനുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല, കുറച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നല്ലോണം ചൂടാക്കാം. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്ക് ഓരോരോ മാവായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മാവ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ, എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലോണം കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇത് നല്ലോണം വീർത്തിട്ട് ഇതുപോലെ പൊട്ടി വരാനെല്ലാം തുടങ്ങും. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ലൊരു കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളിത് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഷുഗർ സിറപ്പും ഈ സമയത്ത് ചൂട് വേണം കേട്ടോ. അഥവാ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഇതിലിടുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ചൂടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള മാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം വരെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളത് ഷുഗർ സിറപ്പിൽ തന്നെ നിന്നോട്ടെ. അപ്പോൾ ഇത് രണ്ടാമത്തെ സെറ്റും ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പിൽ ഇട്ടത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഷുഗർ സിറപ്പ് ചൂടുണ്ടോ എന്ന് നോക്കുക. ചൂടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മളിപ്പം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇത് കോരിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 സെറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ മൊത്തം ഞാൻ ഇതാ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഷുഗർ സിറപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.